വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. ശ്രദ്ധിച്ച് സൂക്ഷിച്ചു വെക്കേണ്ടുന്ന ഒരു കിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതിനാണ് നമ്മൾ എമർജൻസി കിറ്റ് എന്ന് പറയുന്നത്. കണ്ടാ ഈ കിറ്റ്. അപ്പൊ ഈ കിറ്റില് ഉണ്ടായിരിക്കേണ്ട സാധനങ്ങളെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ പരിചയപ്പെടുത്തിയത്. അപ്പൊ അതിൽ ഏതൊക്കെയാണ് സാധനങ്ങൾ ഇവിടെ ഓൾറെഡി അറ്റൻഡ് ചെയ്തിട്ടുള്ള അല്ലെ, മുമ്പ് ഉണ്ടായിരുന്ന മോൾക്ക് അറിയാലോ, അതോ രണ്ട് സാധനങ്ങൾ പറഞ്ഞു. അപ്പൊ നമ്മൾ അടുത്ത ഇതിലേക്ക് പോവാം. നമ്മുടെ കിട്ടു എന്താണ് അടുത്തത് പറയുന്നത്? കിട്ടു എന്നല്ലേ നിങ്ങൾ പേരിട്ടത്? എന്താണ് അടുത്തത്? ദുരന്ത മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുക. നമുക്ക് മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് സർക്കാർ. ഓക്കെ, ഏതൊക്കെ ദുരന്തങ്ങൾക്കാണ് നമുക്ക് മുന്നറിയിപ്പ് കിട്ടും? മുന്നറിയിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? മുൻകൂട്ടി നമ്മളെ അറിയിക്കുന്നു. എന്താണ് അറിയിക്കുന്നത്? ഇന്ന് മഴ പെയ്യും അല്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ? ഓറഞ്ച് അലേർട്ട്, റെഡ് അലേർട്ട്, അതുപോലെ യെല്ലോ അലേർട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുള്ളവരൊന്ന് കൈപൊക്കിയേ. ആ, എല്ലാരും തന്നെ കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് മുന്നറിയിപ്പുകൾ നമുക്ക് ലഭിക്കുമ്പോ അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഏതൊക്കെ ദുരന്തങ്ങൾക്കാണ് മുന്നറിയിപ്പ് കിട്ടുന്നത്? ഇവിടെ എഴുതിയിട്ടുണ്ട്, ഒന്ന് വായിച്ചേ, ഉറക്കമായി. വെരി ഗുഡ്. നിങ്ങളെല്ലാരും ഉറക്കെ തന്നെ വായിച്ചു. മനസ്സിലായല്ലോ? ഇതിനെല്ലാം എവിടെ നിന്നാണ് മുന്നറിയിപ്പ് കിട്ടുന്നതെന്ന് അറിയാമോ? വാർത്തകളിൽ നിന്ന് കിട്ടും. കറക്റ്റ് ആണ്. വാർത്ത, റേഡിയോ, മാധ്യമങ്ങളിലൂടെ നമുക്ക് കിട്ടും. ഇതുകൂടാതെ കാലാവസ്ഥ കേന്ദ്രം കേട്ടിട്ടുണ്ടോ? കാലാവസ്ഥ കേന്ദ്രം എന്ന് IMD എന്നൊക്കെ പറയുന്ന തിരുവനന്തപുരത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന, അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ? അതിൽ നിന്നൊക്കെയാണ് നമുക്ക് മുന്നറിയിപ്പുകൾ ലഭിക്കുന്നത്. നമുക്ക് ഇനി അടുത്ത ഇതിലേക്ക് പോവാം. അടുത്ത ഏതാണ്? നാലാമത്തെ കാര്യം. ഉറക്കെ വായിച്ചു. ഓക്കെ. എന്താണ് ഇപ്പൊ നമുക്ക് ഒരു കാര്യം, ഒരു ചെറിയൊരു സംഭവം ഞാൻ പറയാം. ഇപ്പൊ നമ്മുടെ സ്കൂളുകളിലൊക്കെ നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കുന്നത് അല്ലേ? ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തൊണ്ടയിൽ കുടുങ്ങുന്നു. അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ആർക്ക് വേണമെങ്കിലും ഉണ്ടാവാം അല്ലേ? പെട്ടെന്ന് എന്തോ കഴിക്കുന്ന ഉച്ചയ്ക്ക് നിങ്ങൾ സാധാരണ സ്കൂളിൽ ചോറ് ഇതൊക്കെ കഴിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കുന്നവരുണ്ട്. ചിലപ്പോൾ സംസാരിക്കും, പെട്ടെന്ന് തൊണ്ടയിൽ കുടുങ്ങും. അപ്പൊ അതിനെക്കുറിച്ച് അറിയോ? പെട്ടെന്ന് ചോക്കിങ് വന്നാല്, ശ്വാസതടസ്സം വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് എത്ര പേർക്ക് അറിയാം? വെള്ളം കുടിച്ചാൽ ചിലപ്പോൾ കൂടുതൽ പ്രശ്നം. കാരണം ഓൾറെഡി തൊണ്ടയിൽ കുടുങ്ങി കിടക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? തല കുത്തന്നെ നിർത്തണം. അങ്ങനെ. ഓക്കെ, എന്നാ മുന്നോട്ട് വന്നേ. മോൾക്ക് അറിയാലോ കാര്യം. മുന്നോട്ട് വാ. പേര് പറ. അർച്ചന ശരിയായിട്ടുള്ളൊരു കാര്യം പറയും. നല്ലൊരു കൈയടി കൊടുക്കുക അർച്ചനയ്ക്ക്. അപ്പോ അതിന് നമ്മൾ പറയുന്നത് എന്താണ്? പ്രഥമ ശുശ്രൂഷ അല്ലേ? ഫസ്റ്റ് എയ്ഡ്. അപ്പൊ അത് നേരത്തെ അറിയണം. ആ സമയത്ത് നമുക്ക് ഫോൺ എടുക്കട്ടെ, ഗൂഗിൾ ചെയ്യട്ടെ, യൂട്യൂബ് കാണട്ടെ എന്ന് പറഞ്ഞാൽ പറ്റുമോ? അപ്പൊ നേരത്തെ അറിഞ്ഞിരിക്കണം. അതാണ് ആ പോയിന്റിൽ പറയുന്നത്. ദുരന്ത സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ നേരത്തെ അറിഞ്ഞിരിക്കുക. അടുത്തത് 5ാമത്തെ പോയിന്റ് കിട്ടു പറയുന്നത്. കിട്ടു അല്ലേ? 5ാമത്തെ. ഒരു മിനിറ്റ്, ഞാൻ ഒരാളെ വിളിക്കാം, അവര് വായിച്ചാൽ മതി. മോൾക്ക് വായിക്കാൻ അറിയോ? മലയാളം വായിക്കാൻ അറിയോ? അറിയോ? ഒന്ന് വായിച്ചേ. അതൊന്നോ. എന്റെ പേര് നികിത. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള ദുരന്തങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കുക. അപ്പോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ വയനാട് മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഒരാളാണെങ്കിൽ എന്തിനെ കുറിച്ചാണ് അറിഞ്ഞിരിക്കേണ്ടത്? മണ്ണിടിച്ചിലിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. തിരുവനന്തപുരത്ത് തീരപ്രദേശത്ത് കഠിനംകുളം പഞ്ചായത്തിൽ താമസിക്കുന്ന തീരപ്രദേശത്തുള്ള ഒരാളാണെങ്കിൽ എന്ത് അറിഞ്ഞിരിക്കണം? സുനാമിയെ കുറിച്ച് അറിഞ്ഞിരിക്കണം, ഇടിമിന്നലിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, പിന്നെ കാറ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, ചുഴലിക്കാറ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം അല്ലേ? അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ദുരന്തങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ ഏത് പ്രദേശത്ത്, ഏത് ഭൂപ്രദേശത്താണ് താമസിക്കുന്നത്, ആ ഭൂപ്രദേശത്ത് ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദുരന്തങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കുക. ചില ദുരന്തങ്ങൾ എവിടെ വേണമെങ്കിലും ഉണ്ടാവും. ഉദാഹരണത്തിന് തീപിടുത്തം. അതൊരു അടുക്കളയിൽ നിന്ന് വലിയൊരു തീ ആ വീട് മുഴുവനും കത്തിച്ചാമ്പലാകുന്ന രീതിയിലുള്ള ദുരന്തങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് നമ്മൾ
അറിഞ്ഞിരിക്കുക. കേരളത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദുരന്തങ്ങൾ ഏതൊക്കെയാണ്? ഒരു മിനിറ്റ്. എല്ലാവരും വായിക്കണ്ട. ഞാൻ മൈക്ക് പാസ് ചെയ്യാം. ഓരോരുത്തര് അതിൽ ഓരോന്ന് വായിച്ചാണ് കേട്ടോ. ഇവിടുന്ന് വായിക്കാം. ഭൂകമ്പം, സുനാമി, സൂര്യാഘാതം, പ്രളയം, തീപിടുത്തം. ഇടിമിന്നൽ, ഉരുൾപൊട്ടൽ, തീരശോഷണം. ഏതെങ്കിലും വായിച്ചത് മനസ്സിലാവാത്തതുണ്ടോ? നിങ്ങൾക്ക് അറിയാത്ത പുതിയൊരു സാധനം? തീരശോഷണം എന്ന് പറഞ്ഞാല് കോസ്റ്റൽ ഇറോഷൻ. കോസ്റ്റൽ ഇറോഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ തീരങ്ങള് കാലാവസ്ഥ വ്യതിയാനം മൂലമൊക്കെ, ആഗോള താപനം മൂലമൊക്കെ എന്താണ് ഉണ്ടാവുന്നത്? നമ്മുടെ തീരങ്ങള് കുറഞ്ഞുകൊണ്ടിരിക്കുക. തീരപ്രദേശത്തുള്ള വീടുകളില് വെള്ളം കയറുന്നു. അതിനാണ് തീരശോഷണം എന്ന് ഉദ്ദേശിക്കുന്നത്, കോസ്റ്റൽ ഇറോഷൻ. വേറെ എന്തെങ്കിലും ഉണ്ടോ അറിയാത്തത്? സൂര്യാഘാതം. സൂര്യാഘാതം എന്നപ്പോ നിങ്ങൾക്ക് അറിയാം, നല്ല വെയിലുള്ള സമയത്ത് അല്ലേ, സൺസ്ട്രോക്ക് എന്നൊക്കെ പറയും നമ്മൾ. ആ സൂര്യന്റെ ആ രശ്മികൾ അടിച്ചുകൊണ്ടുണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന ആഘാതത്തെയാണ് സൂര്യാഘാതം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കേരളത്തിൽ അതിനെ ഒരു ദുരന്തമായിട്ട് പരിഗണിച്ചിട്ടുണ്ട്. 2016 ആദ്യമായിട്ട് സൂര്യാഘാതത്തിന്റെ മുന്നറിയിപ്പ് കാലാവസ്ഥാ കേന്ദ്രം കേരളത്തിൽ നൽകുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അതിനാണ് സൂര്യാഘാതം. വെരി ഗുഡ്. നിങ്ങൾ ചോദിക്കുന്നത് നല്ലൊരു കാര്യം. വേറെ എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ഇല്ല. അപ്പൊ ഇനി അടുത്ത ഇതിലേക്ക് പോവാം. ഓക്കെ, അടുത്തത് 6ാമത്തെ ഇത് ഏതാണ്? പ്രഥമ ശുശ്രൂഷ, ഫസ്റ്റ് എയ്ഡ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. വിപിൻ, ഇത് ചെയർ ഒന്ന് മാറ്റിയാൽ ഇവിടെ അറേഞ്ച് ചെയ്യും. ഫസ്റ്റ് എയ്ഡ് ഞാൻ നേരത്തെ പറഞ്ഞു. ഒന്ന് ഞാൻ ഉദാഹരണം പറഞ്ഞു. എന്താണ്? നമ്മൾ കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടായി, അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മൾ വീണു, മുറിവേറ്റു, നമ്മുടെ രക്തസ്രാവം ഉണ്ടാകുന്നു, ബ്ലീഡിങ്, രക്തം വാർന്നു പോകുമ്പോ പെട്ടെന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ? അതുപോലെ ഹൃദയാഘാതം, വീട്ടിൽ പെട്ടെന്ന് ആർക്കെങ്കിലും ഹൃദയാഘാതം ഉണ്ടായി, CPR കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും CPR? ആരും കേട്ടിട്ടില്ല? CPR കൊടുക്കാൻ അറിയോ? അറിയില്ല. പക്ഷെ നമ്മളത് അറിഞ്ഞിരിക്കണം. കുട്ടികളെ CPR എന്ന് ഉദ്ദേശിക്കുന്നത് കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് വാക്കാണ്. പക്ഷെ അത് എങ്ങനെ ചെയ്യണം എന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്തുണ്ടാവും? നമുക്കൊരു പക്ഷേ നമ്മുടെ വിലപ്പെട്ട വ്യക്തികളെ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഫസ്റ്റ് എയ്ഡ് സ്കിൽസ് എന്ന് പറയും നമുക്ക്. അതുപോലെ തന്നെ കേരളത്തില് നമ്മുടെ യുവജനങ്ങള് പ്രത്യേകമായിട്ട് മരണപ്പെടുന്ന ഒരു സംഭവമാണ് ഏതാ? റോഡപകടങ്ങൾ, അതുപോലെ തന്നെ മുങ്ങിമരണങ്ങൾ. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അത് ഞാനിപ്പോ അതിനെ ഒരു ക്ലാസ് ആയിട്ട് എടുക്കുന്നില്ല. പക്ഷെ ഫസ്റ്റ് എയ്ഡ് നമുക്ക് സ്കൂളുകളിൽ ടീച്ചേഴ്സിനോട് അത് പറയാനായിട്ട്, അങ്ങനെ ക്ലാസ് അറേഞ്ച് ചെയ്യാനായിട്ട് പറയാം. അവസാനത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ 7ാമത്തെ പോയിന്റ്, ലാസ്റ്റ് പോയിന്റ്. ഞാൻ പലതും പറഞ്ഞു. 7ാമത്തെ പോയിന്റ് എന്താണ്? നമ്മുടെ റോഡുകളിൽ ഇന്നത്തെ പത്രം വായിച്ചാൽ, മനോരമ പത്രത്തിൽ നിങ്ങൾക്ക് അറിയാം, എല്ലാ പത്രത്തിലും വന്നത് ഒരു വിദ്യാർത്ഥിനി ബസ് കയറി മരണപ്പെട്ടത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അപ്പൊ എല്ലാ ദിവസവും നമ്മുടെ റോഡ് സുരക്ഷ അല്ലെങ്കിൽ റോഡുകളിൽ നമ്മുടെ ജീവൻ, കേരളത്തിൽ ഏകദേശം ഓരോ വർഷവും 4000-ഓളം പേരാണ് ശരാശരി റോഡുകളിലെ ജീവൻ പൊലിയുന്നത്. അതില് വലിയൊരു ശതമാനം കുട്ടികളും യുവജനങ്ങളുമാണ്. ഓരോ ദിവസം ഏകദേശം 12ഓളം പേരാണ് റോഡുകളിൽ മരണപ്പെടുന്നത്. അപ്പൊ റോഡ് സുരക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ജലാശയങ്ങൾ കേരളത്തിൽ നമുക്കറിയാം, നമുക്ക് തീരപ്രദേശമുണ്ട്. 9 ജില്ലകൾ തീരപ്രദേശത്താണുള്ളത്. കുളങ്ങളും അതുപോലെ തന്നെ തടാകങ്ങളും ഒക്കെയുള്ള ഒരു പ്രദേശമാണ്, സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ ഈ ജലാശയങ്ങളിൽ ഏകദേശം എത്ര പേരാണ് മരണപ്പെടുന്നത് അറിയാമോ? ഏകദേശം 1300 പേരാണ് ഓരോ വർഷവും ശരാശരി ജലാശയങ്ങൾ മരണപ്പെടുന്നത്. അത് എല്ലാവരും നീന്തൽ അറിയാത്തത് കൊണ്ട് മാത്രമൊന്നുമല്ല, പല വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങളാലും കൂടിയാണ്. അപ്പൊ 7 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. എത്ര എണ്ണം? 7 കാര്യങ്ങൾ. ഒന്ന് പെട്ടെന്ന് പറയാൻ പറ്റുമോ? ഓർത്തെടുക്കാൻ പറ്റുമോ? ഓക്കെ, ഞാനത് ലാസ്റ്റ് ചോദിക്കാം. നമുക്ക് ചെറിയൊരു ഗെയിം കളിക്കാം, അതോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം.
കേട്ടോ. ആ ഗെയിം കളിക്കാനായിട്ട് നമ്മൾ 5 പേരെ മുന്നോട്ട് വരിക. 5 പേര് ഓടി വരിക. 5 പേര്. ഇവിടെ ഇങ്ങോട്ട് മാറി, ഇങ്ങോട്ട് ഇവിടെ നിന്ന് സ്റ്റേജിൽ നിന്നാ, സ്റ്റേജിൽ ഇങ്ങോട്ട് പോവാം. സ്റ്റേജിൽ 5 പേര് മതി. എത്ര പേര്? 5. ഓക്കെ. അപ്പോൾ ആ 5ൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ടീമാക്കാം. അപ്പോൾ എത്ര ഇത് നമ്മുടെ വിപിൻ എത്ര കോണുണ്ട്? 5. അപ്പൊ 10 പേര് വരയ്ക്കും. 1 2 3 4 5 6 7 8. 2 പേര് കൂടി വരാം. 2 പേർക്കും കൂടി വരാം. 2 പേര്. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും നല്ലൊരു കൈയടി കൊടുത്തേ അവർക്ക്. ഓ, സൗണ്ട് ഇല്ല കേട്ടോ, ഒന്നുകൂടി. ഓക്കെ, ഇപ്പൊ സൗണ്ട് ഉണ്ട്. അപ്പോ നമുക്ക് ഇവരെ ടീമാക്കാം. നിങ്ങൾ 2 പേര് ടീം. നിങ്ങൾ 2 പേര് ഒരു ടീം. ഓക്കെ, നിങ്ങൾ 2 പേര് ഒരു ടീം. 2 പേര് വീതം. നിങ്ങൾ 2 പേര് ഒരു ടീം കേട്ടാ. നിങ്ങൾ 2 പേര് നിന്നോ ഇവിടെ. ഇവര് അവരുടെ പേര് പറഞ്ഞ് അവരെ പരിചയപ്പെടുത്തും. അപ്പൊ നിങ്ങളൊന്ന് അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം കേട്ടാ. ആദിശ്രീ, യുകെജി പട്ട സെമേരി, അളകനന്ദ, സിനാന സെൻട്രൽ സ്കൂൾ, പരമശ്രീ സംസ്കൃത, നിധി നമ്മല ഭവൻ സ്കൂൾ, ഭാഗ്യജ്യോതി KV പള്ളിപ്പുറം, ഭദ്രശ്രീ KV പള്ളിപ്പുറം, ഗോപിക ചെട്ടിക്കുളങ്ങര, സംസ്കൃത, സൂര്യകാലത്ത് ചുറ്റിയുളങ്ങര, ശ്രീകുട്ടൻ സംസ്കൃതം. ഓക്കെ, ഈ 10 പേർക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. അപ്പോൾ നമ്മള് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ, ഇവിടെ താഴെ നമ്മളൊരു ഇത് കണ്ടിട്ടില്ലേ, പാമ്പും കോണി കളി അറിയാലോ, സ്നേക്ക് ആൻഡ് ലാഡർ. എത്ര പേര് കളിച്ചിട്ടുണ്ട്? ഓക്കെ. അപ്പോ നമ്മളിപ്പോ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ സുരക്ഷയുമായി ബന്ധപ്പെട്ട്, അതിനെ വിപിനും മീരയും ഇങ്ങോട്ട് വരണം മുന്നോട്ട്. അപ്പൊ അതിനെ ഒരു ഗെയിം രൂപത്തിൽ നമുക്കൊന്ന് പഠിക്കാം എന്നുള്ളതാണ്. പെട്ടെന്ന് നിർത്താം, ഒരു 5 മിനിറ്റിൽ നമുക്ക് നിർത്താം. അപ്പൊ ഇതില് ലാഡർ അല്ലെങ്കിൽ ഗോണി എന്തിനാ സൂചിപ്പിക്കുന്നത്? നമ്മൾ നല്ലൊരു കാര്യം ചെയ്താൽ നമുക്ക് എല്ലാത്തിലും കയറ്റം കിട്ടും അല്ലേ? ജോലിയിലാണെങ്കിലും പഠനത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടുന്നത് ഈ ലാഡറിലൂടെയാണ്. അതുപോലെ തന്നെ പാമ്പുണ്ട് അവിടെ, സ്നേക്ക് എന്താണ്? നമുക്ക് നെഗറ്റീവ് മാർക്സ്, നമ്മുടെ മാർക്ക് പോകുന്ന കാര്യം അല്ലേ? ഒരു പാമ്പ് കടിച്ച ആള് ജീവൻ പോകും അല്ലേ? അതുപോലത്തെ ഒരു കാര്യങ്ങളാണ്. അപ്പൊ നമ്മളിപ്പോ കേട്ട കാര്യങ്ങളിൽ നിന്നുകൊണ്ട് ഇവര് കളിക്കും. ഈ ഡൈസ് അവര് റോൾ ചെയ്യും. അപ്പൊ ഏതിനാണോ കിട്ടുന്നത്, അപ്പൊ നിങ്ങൾക്കറിയാലോ, ഇത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പൊ അവരത് ചെയ്യും. ഒരു ടീമായിട്ടാണ് കളിക്കുന്നത്. 5 പേരുണ്ടാവും. അതിന്റെ ഓരോ കളർ, അവർക്ക് ഓരോ കളർ ഉണ്ട്. നിങ്ങൾക്ക് കളർ ചൂസ് ചെയ്യാം. ഏത് കളർ വേണമെന്ന് പറഞ്ഞോ. അവിടെ ബിബിന് മുന്നോട്ട് വാ, മുന്നോട്ട്. ഏത് കളറാ വേണ്ടത്? ഓരോരുത്തർക്കും അവരുടെ കയ്യിൽ കൊടുത്താൽ മതി. കയ്യിൽ ബിബിൻ കൊടുത്തോ, കയ്യിൽ കൊടുത്തോ. കൊടുക്കും. ഒരാളുടെ കയ്യിൽ അതും ഒരാളുടെ കയ്യിൽ ഇത് പിടിക്കാം. എന്നിട്ട് അത് അങ്ങോട്ട് റോൾ ചെയ്യണം കേട്ടാ. അങ്ങോട്ട് നീങ്ങില്ല. അവിടെ നിന്നിട്ട് റോൾ ചെയ്യണം. ഇങ്ങോട്ട് എവിടേക്കാ? താഴോട്ട് ഇട്ടോ, കുഴപ്പമില്ല, കിട്ടോ. ഓക്കെ. ഏതാണ്? 5. എല്ലാവരും കൈയടിച്ചേ. അപ്പൊ മോള് പോയിട്ട് 5ൽ കൊണ്ടുവച്ചോ. ആദ്യത്തേല് തന്നെ അവർക്ക് ലാഡർ കിട്ടിയിരിക്കുകയാണ്. നല്ലൊരു ഐഡിയ കൊടുക്കാം. എന്താണ് ലാഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിയാമോ? 5ൽ നിന്ന് 22ലേക്ക് എത്തും. ലാഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവര് ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാല് പ്രഥമ ശുശ്രൂഷ നേരത്തെ പറഞ്ഞത് അവർക്ക് അറിയാം. അതുകൊണ്ടാണ് ലാഡർ. ഇനി അടുത്ത ടീം ഏതാണ്? 6. നല്ലൊരു 7 കൊടുക്കാം. 6 വെച്ചില്ലല്ലോ. 6 വെക്കി ചെല്ല്. 6ൽ വെച്ചോളൂ. അടുത്ത ടീം പെട്ടെന്ന് കളിച്ചോളൂ. അവിടെ തന്നെ ഇട്ടാ മതി. ഓക്കെ, സ്റ്റേജിൽ തന്നെ ഇട്ടാ. 3
നിങ്ങൾ കുറച്ച് ബാക്കിലോട്ട് നീങ്ങിയിട്ട് കുറച്ച് ബാക്കിലോട്ട് നീങ്ങിയിട്ട് ഇവിടെ തന്നെ ഇട്ടാൽ മതി. കുറച്ച് റോൾ ചെയ്തിട്ട് ഇട്ടോ. ഓക്കെ, 4 പെട്ടെന്ന് ഇട്ടോ. ആ 5. അപ്പൊ അടുത്ത സെക്കൻഡ് ടീമിന് 5 കിട്ടിയിരിക്കുകയാണ്. അപ്പൊ അവർക്ക് ലാഡർ കിട്ടും. അപ്പൊ അവരുടെ പോയിന്റ് എന്ന് പറയുന്നത് എമർജൻസി കിറ്റ് പോയിന്റ് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. എമർജൻസി കിറ്റ് തയ്യാറാക്കിയോണ്ടാണ് അവർക്ക് കയറ്റം കിട്ടിയത്. 22-ലെത്തി. അടുത്തത് എറിഞ്ഞ മോനെ, അവിടെ തന്നെ ഇറങ്ങി. അവിടെ 1. ഓക്കെ, എവിടെ എത്തി? 22-ൽ നിന്ന് 23-ലേക്ക്. ഓക്കെ, പെട്ടെന്ന് എറിഞ്ഞു. 5. ഒരു കാര്യം ചെയ്യും, നീക്കുന്നവരെ താഴെ നിന്നാൽ മതി, കുഴപ്പമില്ല. ഒരു ടീം റോൾ ചെയ്യുക. അടുത്ത ടീം 5 മീര ഒന്ന് ഹെൽപ്പ് ചെയ്ത് 5-ലേക്ക് മാറ്റി എണ്ണീറ്റ് മീര അവിടെ നിന്നാൽ മതി. വിപിന് ഇവിടെ എന്താ കോൺസെൻട്രേറ്റ്. അടുത്ത ടീം എറിഞ്ഞു പെട്ടെന്ന് ചെയ്തു. 5. 5. ഒരു മിനിറ്റ്. അപ്പൊ 5-ന് ഒരു ലാഡർ കിട്ടി. നല്ലൊരു കൈയടി കൊടുക്കാം. കൈയടിച്ചൊന്ന് പ്രോത്സാഹിപ്പിക്കേ. നമ്മള് എല്ലാവർക്കും കളിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. 1 മിനിറ്റ്. അപ്പൊ 8ാമത്തെ പോയിന്റ് എന്താണ്? 1 മിനിറ്റ്. നമ്മളത് ഇതിന്റെ കൂടെ പഠിക്കുകയും വേണമല്ലോ. അപ്പൊ 8ാമത്തെ പോയിന്റ് അവിടെ എഴുതിയിരിക്കുന്നത് കാണാമോ? ബാക്കില് സ്ക്രീനില് 8 to 25 എന്താണ് എന്ന് പറഞ്ഞേ? എമർജൻസി കോണ്ടാക്ട് നമ്പേഴ്സ് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. എമർജൻസി നമ്പേഴ്സ് അറിഞ്ഞുകൊണ്ട് എന്തുണ്ടായി? അവർക്ക് ഒരു കയറ്റം കിട്ടി. അടുത്ത ടീം എറിഞ്ഞോ. 2 ഉണ്ടോ? ഓക്കെ, അടുത്ത് പെട്ടെന്ന് എറിഞ്ഞു. അവിടെ തന്നെ എറിഞ്ഞാൽ മതി, താഴോട്ട് എറിയണ്ട. അങ്ങനെ 6 കിട്ടിയ നല്ലൊരു കൈഡി കൊടുക്കാം. എവിടെ എത്തി? അങ്ങോട്ട് താഴോട്ട് വരണ്ട. അടുത്ത ടീം എറിഞ്ഞോ. അവിടെ തന്നെ എറിഞ്ഞോ. ശരി, 2. ഇതേതാ ടീം? 2. 2. അവരൊന്ന് സപ്പോർട്ട് ചെയ്യാം. നല്ല അത് 25. ഓക്കെ, അടുത്ത ടീം 3. ആരാ ടീം? പെട്ടെന്ന് വയ്ക്കേ, പെട്ടെന്ന്. ഇവിടെ 13 വരും. വെരി ഗുഡ്. അപ്പൊ അടുത്ത ലാഡർ കിട്ടിയിരിക്കുകയാണ്. 11-ല് 2 അല്ലേ? 3 ആയിരുന്നു. ഓക്കെ, ശരി. 14. അടുത്തത് 2. ഒരു മിനിറ്റ് വിപിൻ, 1 മിനിറ്റ്. 6 ചെയ്തോ. ഉള്ളൂ കേട്ടോ. 1, 2, 3, 4, 5, 6. 31-ല് വരും. അടുത്ത് 4. 4 ചെയ്തേ? 6. കറക്റ്റ് ആണോ? വെരി ഗുഡ്. ഓക്കെ, അടുത്ത 2. അപ്പൊ ഇന്ന് 36 പോയിന്റ് ആണ്. ഓനും പേര് സൂര്യകായൻ. പിന്നെ അപ്പൊ ആരാ ടീം മെമ്പർ? ആരാ?
ശ്രീകുട്ടനും നല്ലൊരു കൈയടി കൊടുക്കാം. ഫുള്ള് കിട്ടണമെങ്കിൽ 64 വരെ വരണം. പക്ഷെ നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ട് നമ്മൾ മുഴുവനും കളിക്കുന്നില്ല. എല്ലാവർക്കും നല്ലൊരു കൈയടി കൊടുക്കാം. സുരക്ഷയെ കുറിച്ച് പല കാര്യങ്ങളും നമ്മൾ പഠിച്ചു അല്ലേ? അപ്പൊ നമുക്ക് തിരിച്ച് മടങ്ങി വരാം. ഒക്കെ ഇതൊന്ന് മടക്കി വെച്ചത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു, അതിനായിട്ട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. യൂണിസെഫിന് ഈ സമയം തന്ന പ്രത്യേകിച്ചും ഉണ്ണികൃഷ്ണൻ സാറിനും അതുപോലെ തന്നെ നിയമസഭയിലെ ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഇതെല്ലാവരും നിങ്ങൾ മനസ്സിൽ വെക്കുക കേട്ടോ. കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ നമ്പറുകളൊക്കെ, നമ്മൾ പറഞ്ഞ നമ്പറുകളൊക്കെ ഒന്ന് വീട്ടിൽ പോയി മറ്റുള്ളവരോട് അറിയിക്കുക കേട്ടോ. എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ ക്ലാസ് നിർത്തുന്നു. താങ്ക് യു. വെരി ഗുഡ്, താങ്ക് യു. ബുക്ക് വാങ്ങുന്നതിനായിട്ടാണ് കേട്ടോ. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു ഉണ്ണികൃഷ്ണൻ സാർ. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും ഷാഹി ഇഫക്റ്റിന്റെ സി ഓഫ്.